എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ഈ PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഷാജു കെ ജോസ്, തൻ്റെ സഹധർമ്മിണി ടിപ്സി സിസ്റ്റർ, അവർക്കുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ മിഷൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന ഇതിൻ്റെ PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻറ്റ്, അതുപോലെ വൈസ് പ്രസിഡൻറ്റ്, ട്രഷറർ, അതുപോലെ ഇതിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ്, ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ആയതുപോലെ ഇന്ന് ഈ മിഷൻ ഉദ്ഘാടനം ചെയ്യാൻ ദൈവദാസൻ, അതുപോലെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഇന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞ ബ്രദർ എപ്പിപ്പാനിയോസ്, നാഗർകോവിൽ ഡിപ്പോ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഹാലലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് ഒരു കുടുംബ സംഗമം എന്ന ഒരു ഇതിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പോൾ എത്ര പേര് കുടുംബമായി വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, എങ്കിലും കുടുംബത്തിലെ ഒരാളെങ്കിലും വന്നിട്ടുണ്ടല്ലോ. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കുടുംബ അടിസ്ഥാനത്തിലാണ്, അല്ലേ? കുടുംബത്തിൽ നിന്നാണ്. കുടുംബം എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു പദമാണ് കുടുംബം. ആ കുടുംബത്തിൽ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ പോകുമ്പോഴാണ് ആ കുടുംബത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്നത്. ഭാര്യയും ഭർത്താവും ഐക്യതയോടെ നിൽക്കുന്ന ഒരു കുടുംബത്തെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. കഴിയുമോ? ഹല്ലേലൂയ. കഴിയത്തില്ല. ഇന്ന് പല കുടുംബങ്ങളിലും, അത് വിശ്വാസികളുടെ ആകട്ടെ ദൈവത്തെ അറിയാത്തവരുടെ ആകട്ടെ, ഇപ്പം പണ്ടത്തെ പോലല്ല. പണ്ടായിരുന്നെങ്കിൽ വളരെ വിശുദ്ധിയിലും വേർപാടിലും ഒക്കെ വേർപെട്ട ദൈവവചനമായിരുന്നു. എന്നാൽ ഇന്നതല്ല. ലോക മനുഷ്യരെ പോലെ തന്നെ തങ്ങളുടെ കുടുംബങ്ങളിലും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, എന്നെ പലരും പ്രാർത്ഥിക്കാനായിട്ട് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറയും. പാതിരാത്രിയാണെങ്കിലും ഞാൻ ഈ നെറ്റിൻ്റെ പ്രശ്നമോ അല്ലെ റേഞ്ചിൻ്റെ പ്രശ്നമോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഫോൺ എടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് വലിയ സന്തോഷമാണ്. തൃശ്ശൂരുള്ള എല്ലാവരും വളരെ സ്നേഹമുള്ളവരാണ് കേട്ടോ, വളരെ സ്നേഹമുള്ളവരാണ്. ഇവിടുന്ന് പലരും എന്നെ പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കാറുണ്ട്, അവരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം കടന്നു വന്ന എൻ്റെ കൂടെ, നിങ്ങൾ എത്ര പേർക്കറിയാവുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരിയാണ്. ബൈബിൾ കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പം അവളുടെ ഭർത്താവ് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചില്ല എങ്കിൽ നാളെ എന്നുള്ളത് നമുക്കുള്ളതാണോ? എത്രയോ പേര് 50-നും 60-നും ഇടയ്ക്കുള്ള ആൾക്കാരായി ലോകത്തിൽ നിന്ന് ഈ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ ലോകത്തിൽ പലതിനു വേണ്ടിയും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം നാം മറന്നു പോകുന്നു, അല്ലേ? ഭർത്താവ് ഭാര്യയെ മറക്കുന്നു, ഭാര്യ ഭർത്താവിനെ മറക്കുന്നു, കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ മറക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, കുടുംബമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. നമുക്ക് ചെറിയൊരു ഡെഫിനേഷൻ അതിന് കൊടുക്കാം. കൂടുമ്പോൾ ഇമ്പമുള്ളത്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും കൂടുമ്പോൾ ഇമ്പമുള്ളതാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം ഒരു കൂട്ടുകാരായിരിക്കണം. അവരുടെ എല്ലാ വിഷയങ്ങളും നമ്മളോട് ഒന്ന് പറയാനുള്ള അവസരം നമുക്ക് ഒരുക്കി കൊടുക്കണം അവർക്ക്. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. ഒരാൾ തിരുവല്ല കോടതിയിൽ അഡ്വക്കേറ്റാണ്, ഒരാൾ IAS അക്കാഡമിയിലെ അധ്യാപകനാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ബദ്ധപ്പാട് സഹിക്കേണ്ടത് മാതാക്കളാണ്. മാതാക്കളുടെ കരങ്ങളിൽ കുഞ്ഞുങ്ങൾ, മാതാവിനും പിതാവിനും തുല്യ പരിഗണന ഉണ്ട് മക്കളെ വളർത്തുന്നതിൽ. എന്നാൽ ഏറ്റവും അധികം കൂടുതൽ മക്കൾ സമയം ചെലവഴിക്കുന്നത് അവരുടെ വീട്ടിൽ അവരുടെ അമ്മമാരോട് കൂടിയാണ്. അപ്പോൾ അമ്മമാർ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? പ്രാർത്ഥിക്കുന്ന മാതാവിന് പ്രവചിക്കുന്ന പുത്രൻ. ഹല്ലേലൂയ. നീ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ നിന്റെ മക്കൾ പ്രവചിക്കുമെന്ന്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, അവർക്ക് നല്ല ഉപദേശം കൊടുത്തുകൊണ്ട്, അവർക്ക് നമ്മൾ നല്ലൊരു മാതൃകയുള്ള ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ കുടുംബം വളരെ സന്തോഷപ്രദമാകും. ഇന്ന് പല കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതൊരു ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണമെന്നല്ല, ഒരു സ്ത്രീയും പുരുഷനും എന്നുള്ള രീതിയിൽ. ഒരു പുരുഷന് സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, സ്ത്രീക്ക് പുരുഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് അത് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും
ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. സ്ത്രീയുടെ ശരീരത്തിൻ്റെ അവസ്ഥകളും ഒക്കെ പുരുഷന്മാർ മനസ്സിലാക്കണം. പുരുഷന്മാരുടെ താല്പര്യങ്ങൾ സ്ത്രീകളും മനസ്സിലാക്കണം. ആ കുടുംബത്തിൽ സന്തോഷം വിളയാടും. ഹല്ലേലൂയ. ഒരുപാട് പേരിപ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുക. എൻ്റെ മോള് ഫാമിലി കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അവൾ എന്നും വൈകുന്നേരം വന്ന് പറയും, മമ്മി എനിക്ക് വേറെ ജാതീയമായ അനുഭവത്തിൽ നിന്ന് ഒരാൾ ഡിവോഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടി വരുമ്പോൾ എനിക്ക് പ്രയാസമില്ല. എന്നാൽ ദൈവമക്കളും അഭിമാനിക്കുന്നവരുടെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ അവർ ഡിവോഴ്സിന് വേണ്ടി കോടതി വരുമ്പോൾ ഇവൾ പലതരത്തിൽ ദൈവത്തിൻ്റെ വചനം വെച്ച് ഇവളൊരു പാസ്റ്ററുടെ മകളായതുകൊണ്ട് പലപ്പോഴും ഇത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് അവൾക്ക്. അവൾ വചനം വെച്ച് അവരോട് പലവട്ടം ഉപദേശിച്ച് നോക്കിയാലും അവസാനം പറയും, എനിക്കിനി കോടതി പോവുകയേ വേണ്ട, എനിക്കത് കാണുകയും വേണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന 2-3 കുഞ്ഞുങ്ങൾ അവരെന്തറിയുന്നു? അവർക്ക് അപ്പൻ്റെ സ്നേഹവും വേണം, അമ്മയുടെ സ്നേഹവും വേണം, അവരുടെ പരിലാളനം വേണം, അവരുടെ കരുതൽ വേണം. ഹല്ലേലൂയ. അത് കിട്ടുന്നുണ്ടോ? പണ്ടത്തെ കാലത്ത് സഹോദരിമാരെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ തയ്യൽ പഠിക്കാൻ പോകും. തയ്യൽ പഠിക്കാൻ പോയിട്ട് പിന്നെ ഒരു 18-19 വയസ്സാകുമ്പോൾ മാതാപിതാക്കൾ അവളെ നല്ലൊരു ചെറുക്കനെ നോക്കി വിവാഹം കഴിച്ചു വിടും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞു വിടുന്ന ആ പെൺകുട്ടി അവിടെ ചെല്ലുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിതം കൊണ്ടുപോകും. കാരണം അവൾക്ക് വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. ഹല്ലേലൂയ. അന്ന് സഹോദരിമാരെ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുന്നത് ഒരുപക്ഷെ ഭർത്താവിൻ്റെ വീട്ടിലെ വാഷിംഗ് മെഷീനായിട്ടും അരകല്ലായിട്ടും മറ്റു പല മെഷീനായിട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. അവർ തന്നെ ഓരോ മിഷ്യൻ്റെ ജോലിയും അവരുടെ കൈകൾ കൊണ്ട് അവർ ചെയ്തു. കുഞ്ഞുങ്ങളെ നോക്കി അപ്പനെയും അമ്മയെ സ്നേഹിച്ചും അവരെ കരുതയും അവർക്ക് വെച്ച് വിളമ്പിയും ഒക്കെ അന്നത്തെ കുട്ടികൾ നിൽക്കുമായിരുന്നു. അന്ന് കുടുംബ ബന്ധങ്ങൾക്ക് വളരെ വിലയുണ്ടായിരുന്നു. എന്നാൽ ഇന്നങ്ങനല്ല. പുരുഷൻ്റെ ഒപ്പം തന്നെ സ്ത്രീകളും വളരെ വിദ്യാഭ്യാസവും അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവർ ചോദിക്കുന്നത്, ഞങ്ങൾ എന്തിനാ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവരെ പോലെ തന്നെയല്ലേ ഞങ്ങൾ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. നമുക്ക് മാതാക്കളായ നമ്മൾക്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് നമ്മുടെ നാവ് തന്നിട്ടുണ്ട്. മടക്കാൻ 2 കാലുകൾ, മുട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ തലമുറകൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി കരയുവാൻ ഓരോ മാതാക്കളും തീരുമാനമെടുത്താൽ ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തോടെ വളരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളിത് വായിച്ചോ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീ നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നിന്നെ രാജസ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് എസ്തേറിനോട് മോർത്തേക്കായി പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് നാം മിണ്ടാതിരുന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കർത്താവിൻ്റെ ദാസൻ ഷാജു കെ ജോസ് ദേവദാസൻ ഒരു ഫേസ്ബുക്കിലൊരു കട്ടിങ് ഞാൻ കണ്ടു. വേറൊരു സ്ഥലത്തുള്ള ഒരു ക്രിസ്തീയ പീഡനം. ആ പീഡനങ്ങളൊക്കെയും നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ രാജ്യത്തിന് വേണ്ടി എൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലെ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഈ സമയം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. സഹോദരിമാരെ, ഞാനിപ്പോൾ ഒരു വാക്യം ഈ പ്രസംഗത്തിന് വേണ്ടി വായിച്ചിട്ടില്ല, വായിക്കാൻ പോകുന്നതേ ഉള്ളൂ. മുഖവുരയായിട്ട് മാത്രം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഈ സമയത്ത് മിണ്ടാതിരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ ആ സമയം മാറ്റിവെച്ച് മറ്റു പലതിനും ചിലവഴിക്കാതെ അത് കർത്താവിന് വേണ്ടി തന്നെ ചിലവഴിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇനി എന്ന സമയമുണ്ട് നമ്മുടെ മുൻപിൽ. ഇന്ന് കർത്താവിൻ്റെ ദാസൻ ഈ ബ്രദർ എപ്പിഫാനിയസ് ഇവിടെ പറയുന്നത് കേട്ടു. പല ഇവിടെ കന്യാകുമാരി മുതലുള്ള സ്ഥലങ്ങളിൽ ട്രാക്റ്റ് കൊടുക്കുകയും അതുപോലെ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുൻപ് കുളച്ചൽ, കുഴിത്തുറ, മാർത്താണ്ഡം, തേങ്ങാപ്പട്ടണം, അതുപോലെ തന്നെ കന്യാകുമാരി, ഈ കോവളം, ഈ ഭാഗങ്ങളിലെല്ലാം കൊണ്ടുപോയി ട്രാക്റ്റ് കൊടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവിടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാനും ഞങ്ങൾക്കും കർത്താവ് ഒരു ഭാഗ്യം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സ്ഥലത്ത് കർത്താവിൻ്റെ ദാസനെ ഇപ്പോൾ ആക്കിയത് ഓർത്ത് ഞാൻ
ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു സഹോദരിമാർക്ക് നമുക്ക് ആത്മഭാരമെന്ന് പറഞ്ഞ ഭാരം നമുക്ക് ഓരോരുത്തർക്കും വേണം കേട്ടോ. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിലാണ് വിശ്വാസത്തിലേക്ക് വന്നത്. നമ്മളെല്ലാം വിവിധ സമൂഹത്തിലും സാഹചര്യത്തിൽ നിന്നും വന്നവരാണ്. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഹല്ലേലൂയ. എനിക്ക് ഈ ഏകസത്യ ദൈവമെന്ന് പറഞ്ഞ അല്ലാഹുവിനെ മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ, യേശുവിനെ അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, എന്നേക്കാൾ എത്രയോ മുമ്പ് നിങ്ങൾക്ക് യേശുവിനെ അറിയാം അല്ലേ? ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വരുന്ന യേശു. ഹല്ലേലൂയ. നമ്മൾ കണ്ണുനീർ വാർത്താൽ നമ്മുടെ കണ്ണുനീർ ഒപ്പി നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു യേശു. അങ്ങനൊരു ദൈവം വേറെ എവിടെയുണ്ട്? ഹല്ലേലൂയ. ആ യേശുവിനെ പിൻപറ്റുവാൻ 36 വർഷം മുമ്പ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നുള്ള ദൈവദാസന്മാർ പലരും പറഞ്ഞു, എങ്ങനെയോ വിട്ടുപഴിച്ചതുപോലെ മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരാൾ വിശ്വാസത്തിൽ വന്നു, അതുകൊണ്ട് ഇനി ആരും അങ്ങനെ വരാൻ പോകുന്നില്ലെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വചനമുണ്ടല്ലോ, ഈ വചനം വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല. ഹല്ലേലൂയ. അതൊരിക്കലും മാറിപ്പോകത്തില്ല. ആ വചനത്തിൽ നിന്ന് ഞാനും നീയുമാണ് മാറിപ്പോകുന്നത്. അതൊരിക്കലും മാറിപ്പോകുന്നില്ല. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെല്ലാം വള്ളിയോ പുള്ളിയോ വിടാതെ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരാൻ കർത്താവ് വിശ്വസ്തനാണ്. എന്നാൽ നിറവേറ്റി തരുമ്പോൾ നീ ആ സ്ഥാനത്തില്ല എന്ന് കണ്ടാണ് മറുപടി ലഭിക്കാത്തത്. ഹല്ലേലൂയ. ഏതെല്ലാം പാസ്റ്റർമാർ എന്തൊക്കെ പറഞ്ഞിട്ടും ഞാൻ തളർന്നില്ല കേട്ടോ. എനിക്കൊറ്റ കാര്യം അറിയാം, ഈ വചനം ജീവനുള്ള വചനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനം ജീവനുള്ള വചനമാണ്. നീ മറ്റുള്ളവരുടെ മുമ്പിൽ സഹായത്തിന് പോകേണ്ടത്, മറ്റുള്ളവരെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരിക്കലും വിചാരിക്കണ്ട. ഹല്ലേലൂയ. നീ മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ മുറിവ് ഒന്നുകൂടെ കുത്തി പൊട്ടിച്ച് അതിനെ വിശാലമാക്കി കുളവാക്കി തരുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഹല്ലേലൂയ. എന്നാൽ നീ ദൈവത്തിൽ ആശ്രയിച്ചേ. കർത്താവ് പറഞ്ഞു എന്നാന്നറിയാമോ? ഞാൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. ഞാൻ ചതയ്ക്കുകയും തൃക്കൈ പൊറിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ 20 വർഷം പ്രാർത്ഥിച്ചു. അപ്പം ചിലർ പ്രാർത്ഥിക്കും. എങ്ങനെയെന്നറിയോ പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥന ഒരു 10 ദിവസം പായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. 10ാം ദിവസം ഇതിനൊരു മറുപടിയും കിട്ടുന്നില്ല, ചുമ്മാതെ വെറുതെ സമയം മെനക്കെടുത്ത് പായലിരിക്കുക, ഇനി വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞ് പായ ചുരുട്ടിക്കൂട്ടി മാറ്റി വെച്ചിട്ട് അവരവരുടെ പണിക്ക് പോകും. കർത്താവ് വിടുതലുമായിട്ട് വരുമ്പോൾ നീ ആ പായലില്ല, നീ ആ സ്ഥാനത്തില്ല. ആ വിടുതൽ നേരെ മുട്ടുമേ നിന്ന് കരയുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് അങ്ങ് പോകും. കർത്താവ് പറഞ്ഞെന്താ? മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിന്നെ മടുപ്പിട്ട്, നിന്നെ പ്രാർത്ഥിപ്പിക്കാതെ, നിന്നെ നിരാശപ്പെടുത്തി, നിന്നെ ഒറ്റപ്പെടുത്തി, നിന്റെ ജീവിതത്തെ തുലയ്ക്കാൻ വേണ്ടി പിശാച് പല പരിപാടികൾ ഒപ്പിക്കും. പക്ഷേ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ അത് മനസ്സിലാക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. കുടുംബത്തിനകത്ത് വളരെയധികം സഹോദരന്മാരും വളരെയധികം ഒരുമിച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ സ്തോത്രം ആ കുടുംബം വിജയകരമായി മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. സ്ത്രീയെ മനസ്സിലാക്കുന്ന പുരുഷനും പുരുഷനെ മനസ്സിലാക്കുന്ന സ്ത്രീയും. ഞാനിവിടെ പറയുക, കൊച്ചുകുട്ടികൾ എല്ലാവരും ഉണ്ട്. നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ പലരെയും ഞങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ പറയാറുണ്ട്, ഒരു സ്ത്രീയുടെ 50 വയസ്സെന്ന് പറയുമ്പോഴത്തേന് ആ സ്ത്രീക്ക് അവരുടെ ആ ശരീരത്തിൻ്റെ ഹോർമോൺ വ്യത്യാസം വരും. വ്യത്യാസം വന്നു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര നിരാശയായിരിക്കും, ഭയങ്കര ആരും എന്നെ നോക്കുന്നില്ല, എന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്ക് വേണ്ടി ആരും കരുതുന്നില്ല. അങ്ങനെയുള്ള ഇതൊക്കെ ഈ ഹോർമോൺ ചേഞ്ച് കൊണ്ട് ഈ സ്ത്രീക്ക് വരും. പക്ഷേ അത് പുരുഷന് മനസ്സിലാകാത്തിടത്തോളം കാലം ആ വീട്ടിൽ അടിപിടിയായിരിക്കും. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ അവളുടെ ദേഷ്യം എന്താണ്, അല്ലെങ്കിൽ അവളുടെ ഈ ജീവിതത്തിൻ്റെ വ്യതിയാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ആ പുരുഷൻ ആ ഭാര്യയെ ചേർത്ത് പിടിക്കും. അവിടെയാണ് സന്തോഷം കളിയാടുന്നത്. അതുപോലെ ഒരു പുരുഷൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ചെന്ന് ചിലപ്പോൾ പറമ്പിൽ പണിയായിരിക്കും, ചിലപ്പോൾ ഓഫീസിലിരിക്കുകയായിരിക്കും, മറ്റു പല വിഷയങ്ങൾ ഭയങ്കര ടെൻഷനുള്ള ഓഫീസിലെ ജോലി. നിങ്ങൾ ഈ പറമ്പിൽ പണിയുന്നതിനേക്കാൾ അപ്പുറമാണ് കേട്ടോ. എൻ്റെ കൊച്ചു വന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ മുഖവും വെറുപ്പിച്ച് വെള്ളം എടുത്തു കൊടുക്കാതെ നമ്മൾ മറ്റ് പലതരത്തിൽ പോയാൽ ആ പുരുഷന് ഇഷ്ടപ്പെടുമോ? അപ്പം എന്നെ എടുക്കുമെന്നറിയാവോ? വെള്ളം എടുത്തു കൊടുക്കുന്നവരുടെ പുറകെ അങ്ങ് പോകും. മനസ്സിലായോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ
ഭാര്യയാണേലും ഭർത്താവാണേലും കുഞ്ഞുങ്ങളാണേലും സന്തോഷത്തോടും സമാധാനത്തോടും പരസ്പരം മനസ്സിലാക്കിയും കുടുംബ പ്രാർത്ഥന കഴിച്ചും നിങ്ങൾ ഒരുമിച്ച് പോയാൽ ആ കുടുംബത്തിൽ സന്തോഷം കളിയാടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-28 വാക്യം ഒരാൾക്ക് ശബ്ദത്തിൽ വായിക്കും. വായിച്ചാട്ടെ, ഒരാൾ വായിക്കും. ആമേൻ. വായിച്ചു, താഴോട്ട് വായിച്ചു. ആമേൻ. വായിച്ചോ. 27-28 വായിച്ചോ. വേറൊരാൾ ശക്തിയോടെ വായിച്ചേ. ആമേൻ. വായിച്ചു കഴിഞ്ഞല്ലോ. നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോഴേ എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ വേദപുസ്തകം വായിക്കുന്നത്, ഒരാൾ സങ്കീർത്തനത്തിലെ ഒരധ്യായം വായിക്കും, ഒരാൾ പുതിയ നിയമത്തിലൊരു അധ്യായം വായിക്കും, ഒരാൾ പഴയ നിയമത്തിലൊരു അധ്യായം വായിക്കും. ഞങ്ങൾ 3 പേരാണുള്ളത്. ഈ 3 അധ്യായവും വായിക്കും. വായിച്ചിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെടുക്കുന്ന എല്ലാ ദിവസവും വേദപുസ്തകം ഒരധ്യായമെങ്കിലും വായിച്ചു നോക്കി. അത് നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട, ഉറക്കെ അങ്ങ് വായിച്ചേ. ഒരക്ഷരവും തെറ്റത്തില്ല, ഒരു വിക്കും ഉണ്ടാകത്തില്ല, ഒന്നുമില്ല. നല്ല വെള്ളം പോലെ വേദപുസ്തകം വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ വായിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എന്നെ മീറ്റിങ്ങിന് ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുടുംബസംഗമമാണ് കർത്താവേ, ഞാൻ എന്താ അവരോട് സംസാരിക്കേണ്ടതെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ കർത്താവ് എന്നോട് പറഞ്ഞതായിട്ടൊരു വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, കുടുംബസംഗമത്തിൽ ഇത് വായിക്കണം, ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇതാണോ വചനം? കർത്താവ് നീ അതങ്ങ് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ മർമ്മം ഏതാ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ള മർമ്മം. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ കുടുംബത്തിലിരിക്കുന്നു എന്നുള്ള മർമ്മം. ഹല്ലേലൂയ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? പ്രത്യാശ, നമ്മളെല്ലാവരും പറയും നമ്മൾ പ്രത്യാശിക്കുന്നു, നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു, നമ്മൾ പലതും പ്രത്യാശിക്കുക. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? ഹല്ലേലൂയ. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അത് വിശ്വാസം. ആരാ പറഞ്ഞേ? പറഞ്ഞു. നമ്മൾ വരുവാനുള്ള ഒരു വസ്തുതയോ ഒരു വിഷയമോ അത് നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. വരുവാനുള്ള വിഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുതയോ അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നു, അതിനെയാണ് നാം പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ അതിനെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിവില്ലാത്ത സാഹചര്യങ്ങളിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു പ്രകാശം പോലെ നിന്റെ അടുക്കലേക്ക് ഒരു വിടുതലിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അംശം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ ഒരു വെളിച്ചത്തെയാണ് പ്രകാശം എന്ന് പറയുന്നത്. ആ പ്രകാശമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും നീ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പോലും നിന്നെ കണ്ട് മനസ്സലിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ പ്രത്യാശയായ ക്രിസ്തു. ആ ക്രിസ്തുവിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, കാണുന്ന പ്രത്യാശ
പ്രത്യാശയല്ല. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. കാണുന്നതിന് വേണ്ടി ആർക്കെങ്കിലും പ്രത്യാശിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ആ വാക്യം റോമാലേഖനം 8:24 വാക്യം. ഇതെല്ലാം നിങ്ങൾ കേട്ടോണ്ട് പോകരുത്, വീട്ടിൽ ചെന്ന് നിങ്ങൾ നോക്കണം. ആമേൻ, സ്തോത്രം. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നത് നമ്മുടെ ഭാവിയിലെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇന്ന് നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയുമോ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെന്ന്? ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ട്. പഴയ നിയമകാലത്ത് പഴയ നിയമ വിശുദ്ധന്മാരുടെ അടുക്കലേക്ക് ഹല്ലേലൂയ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്നാണ് പറഞ്ഞേ. ഗിദെയോനോട് പറഞ്ഞ പരാക്രമശാലിയെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിനോട് കൂടെ ഉണ്ടായിരുന്നു, ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. പഴയ നിയമ വിശുദ്ധന്മാരോടെല്ലാം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിന്നോട് കൂടെയുണ്ടെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞ അതേ ക്രിസ്തു പറയുകയാണ്, ഈ മർമ്മം വലിയതാകട്ടോ, ഈ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ അടുത്തൊരാൾ ഇരിപ്പുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ആളെ മാറ്റി നിർത്താൻ കഴിയും, അല്ലേ? അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറയും. നമുക്കൊരാളോട് രഹസ്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താൻ കഴിയും. എന്നാൽ നിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ആളെ നിനക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലും നിങ്ങൾ ഒന്നോർക്കണം, എൻ്റെ ക്രിസ്തു എൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് മറ്റൊന്നും പറയാൻ കഴിയത്തില്ല. എന്തെങ്കിലും പറയാൻ കഴിയുമോ? യേശു കൂടെ ഉണ്ടെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ കഴിയുമോ? യേശു നിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ നീ ഉള്ളിൽ വെച്ചുകൊണ്ട് നിനക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കാൻ കഴിയുമോ? നിനക്ക് എന്തെങ്കിലും മറ്റുള്ളവരോട് പറയാൻ കഴിയുമോ? ചീത്ത വിളിക്കാൻ കഴിയുമോ? അവനിട്ട് 2 കൊടുക്കണമെന്ന് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. അവളോട് പോയി പണി നോക്കാൻ പറയാൻ കഴിയുമോ? ഇല്ല. ആരാ നിന്റെ ഉള്ളിലിരിക്കുന്നേ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ആ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം നിനക്കൊന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ വചനം എടുത്തുകൊണ്ട് നടന്നാൽ ദൈവം എന്നെ എടുത്തുകൊണ്ട് നടക്കും. ഹല്ലേലൂയ. എന്നെ എടുത്തുകൊണ്ട് നടക്കും. നീ കർത്താവിന് വേണ്ടി ഒരു ചുവട് മുൻപോട്ട് വെച്ചാൽ കർത്താവ് നിനക്ക് വേണ്ടി 10 ചുവട് മുമ്പോട്ട് വയ്ക്കുമെന്ന്. ഹല്ലേലൂയ. പെട്ടകം ചുമക്കുന്നവരുടെ പുരോഹിതന്മാരുടെ കാൽ യോർദാന്റെ വക്കത്ത് എന്ന് മുട്ടിയപ്പോൾ ഹല്ലേലൂയ യോർദാൻ 2ആയി പിളർന്ന് അവർ അക്കരയ്ക്ക് കയറിയെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നീ പെട്ടകം ചുമക്കുന്നെങ്കിൽ, നീ ക്രിസ്തുവിനെ ചുമക്കുന്നെങ്കിൽ, യോർദാനാകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്റെ കാൽ അവിടെ തന്നെ വെച്ചോണ്ടിരുന്നാൽ നിനക്ക് വേണ്ടി യോർദാൻ 2ആയി പിളർക്കത്തില്ല. ഹല്ലേലൂയ. നീ ധൈര്യത്തോടെ കർത്താവിന്റെ നാമത്തിൽ നിന്റെ കാൽ ചുവടുകളെ യോർദാനിൽ ചവിട്ടുമ്പോൾ ഹല്ലേലൂയ യോർദാൻ 2ആയി പിളരും. ഹല്ലേലൂയ. നീ പ്രതികൂലം മാറട്ടെ, എൻ്റെ ഭർത്താവിൻ്റെ പ്രതികൂലം മാറട്ടെ, മക്കളുടെ പ്രതികൂലം മാറട്ടെ. ഞാൻ ഒറ്റയ്ക്കാ, ഞാൻ കർത്താവിനെ സാക്ഷിക്കുന്നില്ല, ഞാൻ എന്ന് പറഞ്ഞ് ഈ കലങ്ങി മറിയുന്ന യോർദാനെ കണ്ട് നീ ഈ പെട്ടകവും ചെന്ന ഒറ്റയ്ക്ക് ഈ യോർദാൻ്റെ കരയിൽ നിൽക്കാനല്ല കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കാണെങ്കിലോ നിന്റെ ചുമലിലുള്ളവൻ, നിന്റെ അകത്തുള്ളവൻ കർത്താവാണെങ്കിൽ നീ ധൈര്യത്തോടെ നിന്റെ സ്റ്റെപ്പുകളെ വെക്ക്. അവിടെ കർത്താവ് വഴി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. എല്ലാവരും എന്നെ നിരാശപ്പെടുത്തി, ഞാൻ ഒറ്റയ്ക്കേ വിശ്വാസത്തിൽ വരുവുള്ളെന്ന്. ഞാൻ വകവച്ചില്ല. ഞാൻ പറയാം, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അല്ലേ? ഞാൻ വിശ്വസിച്ചു. എല്ലാ ദിവസവും രാത്രി ആ വാക്യത്തിൻ്റെ മുകളിൽ കൈവച്ചിട്ട് ഞാൻ പറയും, കർത്താവേ, ഈ വചനം എനിക്കുള്ളതാ. എല്ലാവരും പറയുന്നു ഇസ്ലാം കുടുംബത്തിൽ നിന്ന് ഒരാളെ വിശ്വാസത്തിൽ വരുള്ളൂ, മറ്റുള്ളവരൊന്നും വരത്തില്ലെന്ന്. നീണ്ട 20 വർഷം രാത്രിയിലെയും പകലത്തെയും പ്രാർത്ഥനയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചു. ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഈ വിഷയം ആരോടും ഷെയർ ചെയ്യാതെ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. നീണ്ട 20 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പിതാവ് എന്നെ തേടി വരുക.
ഹല്ലേലൂയ. 19 വയസ്സിൽ വീട്ടിൽ നിന്നിറങ്ങി കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മോളെ കാണാനായിട്ട് ഒരു പിതാവ് വരുന്നതെന്ന് 20 വർഷത്തിന് ശേഷം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരുമോ? ഹല്ലേലൂയ. എൻ്റെ പിതാവ് വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് എൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ എന്താണെന്നറിയാമോ? കർത്താവേ, എൻ്റെ പിതാവിനെ ഞാൻ കണ്ടല്ലോ എന്നല്ല, ഈ വീടിൻ്റെ പടി ഇറങ്ങുമ്പോൾ എൻ്റെ പിതാവ് യേശു ഉള്ളവനായിട്ട് ഇറങ്ങണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കും കേട്ടോ. പലരും ഇവിടെ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആയിരിക്കാം പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നീ വളരെ സ്ട്രെയിൻ ചെയ്യണം, നീ വേദനിക്കണം, നീ കണ്ണുനീർ ഒഴുക്കണം. ആരെല്ലാം നിന്നെ നിരാശപ്പെടുത്തിയാലും, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, ഇനി നടക്കത്തില്ല, നീ ഇതിന്റെ പുറകെ പോകണ്ടെന്ന് പറഞ്ഞാലും, പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് മുതൽ നീ ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഇന്ന വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് വരെയും ഞാൻ മുട്ടേ നിൽക്കും. ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഞാൻ ചെവി കേൾക്കത്തില്ല. 88 വയസ്സുണ്ടായിരുന്നു. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനേക്കാൾ നല്ല മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. ആർക്കും മാതൃകയാക്കാൻ പറ്റാവുന്ന ഒരു പിതാവായിരുന്നു. പൊൻകുന്നമെന്ന പ്രദേശത്ത് എൻ്റെ വീട് പൊൻകുന്നത്തിൻ്റെ പൊന്നോമനെ എന്നാണ് എൻ്റെ പിതാവിനെ അറിയപ്പെട്ടിരുന്നത്. ആ മനുഷ്യൻ എന്തിനാണ് രക്ഷിക്കപ്പെടുന്നത്? ആ മനുഷ്യന് എന്തിനാണ് യേശുവിന് വേണ്ടത്? ഹല്ലേലൂയ. നീ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും, നീ എത്ര നീതി പ്രവൃത്തി ചെയ്താലും, നിന്റെ ഭാഗത്ത് ഒരു തെറ്റും നിനക്ക് മനസ്സിലായില്ലെങ്കിലും, നീ യേശുവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സഹോദരൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ബൈബിൾ കോളേജിൽ പഠിച്ചു. ഇന്ന് ചെന്നൈയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതുപോലെ എൻ്റെ ചേച്ചി വിശ്വാസത്തിൽ വന്നു. ചേച്ചിയുടെ 2 മക്കൾ വിശ്വാസത്തിൽ വന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 8 പേരെ 20 വർഷത്തിനകം പിടിച്ചോണ്ട് വരാനായിട്ട് കർത്താവ് എന്നെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ നീ എന്ത് യാചിച്ചാലും കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. അത് മനുഷ്യരുടെ മുമ്പിൽ വലിയ പർവ്വതമായിട്ടുള്ള സമമാണെങ്കിലും കർത്താവ് പറയും, കൃപ കൃപ എന്ന ആർപ്പോടെ അതിന്മേൽ ആണിക്കല്ല് കയറ്റി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ. ഹല്ലേലൂയ. കർത്താവ് സർവശക്തനാണ്. എരിഹോവിൻ്റെ മതില്, അത് എത്ര പ്രാവശ്യം എരിഹോവിൻ്റെ മതില് ദൈവമക്കൾ അവർ ചുറ്റി? യോശുവയും കൂട്ടരും എത്ര പ്രാവശ്യം എരിഹോവിൻ്റെ മതിൽ ചുറ്റി? 7 പ്രാവശ്യം ചുറ്റിയെന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തിക്ക്. എരിഹോവിൻ്റെ മതില് യോശുവയും കൂട്ടരും 13 പ്രാവശ്യം ചുറ്റി. വേദപുസ്തകം പോയി വായിക്കണേ കേട്ടോ. 13 പ്രാവശ്യം ചുറ്റി. ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ കറക്കം തീർന്നിട്ടില്ല, ഇതുവരെ കറങ്ങിക്കൊണ്ടിരിക്കുക, വല്ലതും മിണ്ടാനും പറ്റുമോ? മിണ്ടരുന്ന കൽപ്പിച്ചിരിക്കുന്നത്. മിണ്ടാതെയുള്ള നിന്റെ കറക്കം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇതിനകത്ത് മിണ്ടാതെ കറങ്ങുന്ന ചിലരുണ്ടെന്ന്. ഹല്ലേലൂയ. മിണ്ടാതെ കറങ്ങുന്ന ചിലർ. നാട്ടുകാർ നോക്കുമ്പോൾ കറക്കം മാത്രമേ ഉള്ളൂ, കറക്കം മാത്രമേ ഉള്ളൂ. ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. നിന്റെ ജീവിതത്തിൽ ആരോടും പറയാൻ പറ്റാത്ത പ്രതിസന്ധിയിൽ, നാട്ടുകാരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ കറക്കം മാത്രം കൊണ്ട് നിൽക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, നിന്റെ മുമ്പിൽ നീ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, ആ വിഷയം ഇടിയാൻ പോവാ. ഹല്ലേലൂയ. ആ വിഷയം ഇന്ന് പകൽക്കാലം തകരാൻ പോകുക, നിന്റെ മുമ്പിൽ തകരാൻ പോകുക. ആ എരിഹോവിന്റെ മതിലിടിഞ്ഞു കഴിയുമ്പോൾ നീ ഹല്ലേലൂയ കാഹളം നീട്ടി ഊതണം. പ്രൈസ് ദി ലോർഡ്. കാഹളം നീട്ടി ഊതണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക. ഹല്ലേലൂയ. സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന് പുതിയ നിയമത്തിൽ നമുക്ക് എത്ര വാഗ്ദത്തങ്ങളോടുകൂടിയ, ഹല്ലേലൂയ, എത്ര ഉറപ്പോടുകൂടിയ വചനമാ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് മാത്രമാണോ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്? മറിയോട് കർത്താവ് എന്താ പറഞ്ഞത്? മറിയേ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, കർത്താവിന്റെ ശക്തി നിന്റെ മേൽ വരുമെന്ന്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. മറ്റൊരിടത്ത് പോകുമെന്നല്ല, പള്ളിക്കകത്ത് പോകുമെന്നല്ല, നിന്റെ കൂട്ടായ്മയിൽ വരുമെന്നല്ല, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. നിന്റെ മേൽ വരുന്ന പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നിന്റെ മേൽ വരുമ്പോൾ നിന്നെ കൊണ്ട് ചിലതെല്ലാം ചെയ്യിച്ചെടുക്കും. നിന്നെ കൊണ്ട് ചിലർക്ക് പ്രയോജനപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരുശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. കർത്താവിനെ നാം, ഹല്ലേലൂയ, സ്തോത്രം, പ്രതീക്ഷയോടെ കാത്തിരുന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവിന് നമ്മളെക്കുറിച്ചും ചില പ്രതീക്ഷയുണ്ട് കേട്ടോ.
ഹല്ലേലൂയ. ആ പ്രതീക്ഷ എന്താണ് നമുക്ക് നോക്കാം. 1 യോഹന്നാന്റെ സുവിശേഷം 15:8 ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ആമേൻ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വിളിച്ചിട്ട് നമ്മളെക്കുറിച്ച് കർത്താവിന് ചില പ്രതീക്ഷ എന്താണെന്നറിയാമോ? നമ്മൾ ഫലം കായ്ക്കണമെന്നാണ്. എന്ത് ഫലം കായ്ക്കണമെന്ന്? ഫലമില്ലാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിടുന്ന വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ വളരെ ഫലം കായ്ക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുകയാന്നേ. ആ ഫലമില്ലാത്തപ്പോഴാണ് നമ്മളെ വെട്ടുന്നത്. ഹല്ലേലൂയ. നമ്മളെ ചിലതെല്ലാം ചീകി ചെത്തി മിനുക്കി വെടിപ്പാക്കുന്നതിൻ്റെ കാരണം എന്നറിയാവോ? നമ്മൾ ഫലം കായ്ക്കാനായിട്ടാ. ഇന്നു മുതൽ കർത്താവിൻ്റെ പാദപീഠത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന് നിന്നെ കൊണ്ട് ചിലതെല്ലാം ചെയ്യിച്ചെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. സഹോദരിമാർക്ക് സഭകൾ സ്ഥാപിക്കാൻ വരെ കർത്താവ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനങ്ങൾ അത് അംഗീകരിക്കുമോ ഒന്നും എനിക്കറിയത്തില്ല. ഒരുപാട് സഭകൾ സ്ഥാപിക്കാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ബൈബിൾ കോളേജിലെ പഠിത്തം കഴിഞ്ഞിട്ട് നേരെ കായലോര കടലോര പ്രദേശങ്ങളിലാണ് പോകുന്നത്. ചുട്ടുപൊള്ളുന്ന മണലിൽ, ആ മണലിൽ കൂടി വേദപുസ്തകമായിട്ട് നടക്കും. കഴിക്കാനൊന്നുമില്ല, കുടിക്കാൻ കടലിലെ ഉപ്പുവെള്ളം മാത്രമേ ഉള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ശകലം അരി ഇട്ട് കഞ്ഞി വെക്കും, കറി വെക്കാനൊന്നുമില്ല. ഒരു മുളക് എടുത്ത് അരച്ച് അവിടെ വെച്ചിട്ട് ഈ വേദപുസ്തകമായിട്ട് രാവിലെ ഇറങ്ങും. 7:30 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ തിരിച്ചു വരുന്നത് 6 മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ഹല്ലേലൂയ. ആ കായലോര കടലോര പ്രദേശങ്ങളിൽ അനേക സഭകൾക്ക് രൂപം കൊടുക്കാൻ കർത്താവ് അടിയങ്ങളായപ്പോൾ സഹോദരിമാരായ ഞങ്ങളെ ഉപയോഗിച്ചു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ മീൻ പിടിക്കാൻ പോകുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ടല്ലോ, ആ സഹോദരങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഈ മണൽ, കൂമ്പാരമായിട്ട് കിടക്കുന്ന മണൽ കൈകൊണ്ടങ്ങ് നിരത്തും. കൈകൊണ്ട് നിരത്തിയിട്ട് ഞങ്ങളോട് പറയും അവിടെ ഇരിക്കാൻ. ഞങ്ങൾ അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് സുവിശേഷം പറയും. ഒരുപാട് ആൾക്കാർ കൂടി വരും. ആ സുവിശേഷം പറഞ്ഞതിൽ അനേകർ രക്ഷിക്കപ്പെടുവാനിടയായി. ഇന്ന് ആലപ്പുഴ, പുന്നപ്ര, അതുപോലെ തന്നെ ഇടക്കൊച്ചി, ഈ ഭാഗങ്ങളിലൊക്കെ സഭകൾ സഹോദരിമാരാൽ കർത്താവ് സ്ഥാപിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നീ കഞ്ഞി വെക്കാനും കറി വെക്കാനും കുഞ്ഞുങ്ങളെ നോക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൻ്റെ സമയം ചെലവഴിച്ചാൽ, അല്ലെ കർത്താവ് എൻ്റെ ഭർത്താവ് സമ്മതിച്ചില്ല, എൻ്റെ മകനുണ്ട് മകൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ, നീയാണ് വ്യക്തിപരമായി ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടത്. നീ കണക്ക് പറയേണ്ടതായി വരും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്യുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിക്കും. ഹല്ലേലൂയ. എനിക്ക് PPC മിഷൻ കുറിച്ച് കേട്ടപ്പോൾ വലിയ അഭിമാനം തോന്നി. വളരെ കഷ്ടപ്പെട്ടാണ് ഈ മിഷൻ ഇത്രത്തോളം നിർത്തുവാൻ. ഞാനിപ്പോൾ ഏകദേശം 4 വർഷത്തോളം അടുപ്പിച്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം നിർത്തുവാൻ കർത്താവ് സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭൗതികമായ പല ജോലികളും ചെയ്ത് നമുക്ക് സമ്പത്തുണ്ടാക്കാം, കാശുണ്ടാക്കാം. പക്ഷേ ഞാൻ കർത്താവിൻ്റെ ദാസൻ്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ട്രാക്റ്റുകൾ കൊടുക്കുന്നത്, അതുപോലെ ഫ്രീ ആയിട്ട് ട്രാക്റ്റുകൾ കൊണ്ട് കടകൾ അടുക്കി വെക്കുന്നത്, അതിനുവേണ്ടി വേറെ പണി ചെയ്തുകൊണ്ടിരുന്ന കടയിൽ ട്രാക്റ്റ് അടുക്കി വെച്ച് ആ സ്ഥലം അത്ര ഉപയോഗിക്കാനായിട്ട് കർത്താവിൻ്റെ വേല എന്നുള്ള തീഷ്ണതയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. പ്രിയമുള്ളവരെ, ഈ PPC മിഷൻ്റെ ഒപ്പം നിങ്ങൾ നിൽക്കണം. ഹല്ലേലൂയ. ഒരു ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കണം. നിന്നിട്ട് നിങ്ങളും പ്രവർത്തിക്കണം. ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസന്മാരോടൊന്നിച്ച്, ഈ ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സിനോടൊന്നിച്ച് നിങ്ങളും കർത്താവിൻ്റെ വേലയിൽ ഭാഗവാക്കായാൽ ഈ ലോകത്തിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അത് നിലനിൽക്കും കേട്ടോ, അത് നിലനിൽക്കും. ഹല്ലേലൂയ. ആത്മാക്കളെ നേടുന്നത് നിലനിൽക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ വലിയ ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടലിൽ നിങ്ങൾ എത്ര പേര് കണ്ടു, വാർത്തയിൽ കണ്ടു എന്നറിയില്ല. നൗഫൽ എന്ന പേരുള്ള ഒരു സഹോദരൻ താൻ ബിസിനസ് പരമായിട്ട് താൻ ജോലി സംബന്ധമായി വിദേശത്ത് പോയി തൻ്റെ സ്ഥലത്ത് ഉരുൾപൊട്ടിയെന്നറിഞ്ഞ് താൻ തിരിച്ചു വന്നപ്പോൾ തൻ്റെ ഉമ്മ, ഉപ്പ, അതുപോലെ ഭാര്യ, 3 കുഞ്ഞുങ്ങൾ, അനിയൻ്റെ ഭാര്യ, 3 കുഞ്ഞുങ്ങൾ, എല്ലാം 11 പേരും അവൻ അന്ന് അതുവരെയും സമ്പാദിച്ച സകലതും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതുവരെ കൂട്ടിവെച്ചതൊന്നുമില്ല. എന്തേ അവിടെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഹല്ലേലൂയ ആ പ്രിയപ്പെട്ടവരോടെ കിടന്ന് തേങ്ങുകയാണ്. അനേകരുടെ ജഡം പോലും കിട്ടിയിട്ടില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കർത്താവിന് വേണ്ടി നാളെ ആട്ടെ മറ്റന്നാൾ ആട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാതെ ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ തീരുമാനമെടുത്താൽ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുവാനായിട്ട് ഇടയായി തീരും. യഥാർത്ഥമായ സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ഒന്നും നേടാൻ സാധിക്കത്തില്ല, ഒന്നും നേടാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഞാനിവിടെ വന്ന് വളരെ പ്രാഗൽഭ്യത്തോടെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 36 വർഷമായിട്ട് 38ാമത്തെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇനി അവിടുന്ന് എപ്പോൾ ഇറക്കി വിടുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. സ്തോത്രം. ഇറക്കി വിടുമ്പോൾ ഇറക്കി വിടട്ടെ.
ഹല്ലേലൂയ. 38 വയസ്സ് കർത്താവിൻ്റെ ദാസൻ പറയും നമുക്ക് ഇവിടുന്ന് മാറാം, കർത്താവിനോട് ആലോചന പറഞ്ഞ് മാറാം. അപ്പം തന്നെ അന്നേരം മുതൽ ഞാൻ പായ്ക്ക് ചെയ്യാൻ തുടങ്ങി. ഒരൊറ്റ വ്യക്തികൾ പോലും സഹായത്തിനില്ലാതെ പായ്ക്ക് ചെയ്യും. കർത്താവിൻ്റെ ദാസൻ പറയും ഞങ്ങൾ കുടുംബമായിട്ട് യാത്ര ചെയ്യും. അങ്ങനെയൊക്കെ ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിലും പോയി താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇന്നിപ്പോൾ ഏകദേശം ഒരു 4 മാസമുള്ള ഒരു ഭവനത്തിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയും നീ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഞങ്ങൾ പായ്ക്ക് ചെയ്യും. ഹല്ലേലൂയ. എങ്ങോട്ടാണ് പോകുന്നതില്ല, കർത്താവ് അയക്കുന്നിടത്ത് പോകും. അവിടെ ഞങ്ങൾക്ക് ആരുമില്ല, ഉറ്റവരോ ഉടയവരോ മാതാപിതാക്കളോ സഹോദരങ്ങളോ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരുമില്ല. ഞാനും കർത്താവിൻ്റെ ദാസനും 2 കുഞ്ഞുങ്ങളും മാത്രം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ സഹോദരൻ ഈ വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ 36-ാമത്തെ വയസ്സിൽ ആ സഹോദരി അവനെ ഉപേക്ഷിച്ചു. അവരുടെ വീട്ടുകാരുടെ നിർബന്ധത്താൽ അവളെ വേറെ വിവാഹം ചെയ്തു കൊടുത്തു. ഞാൻ പലപ്പോഴും പറഞ്ഞു മോനെ നീ ഒരു വിവാഹം കഴിക്ക്, മോനെ നീ ഒരു വിവാഹം കഴിക്ക്, നീ ചെറുപ്പമല്ലേ എന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇനിയും നമുക്ക് വിവാഹം കഴിക്കാൻ സമയമില്ലെന്നേ, കർത്താവ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ലെന്ന്. ഹല്ലേലൂയ. ഈ പ്രത്യാശയോടെ വേണം നമ്മൾ ഓരോ ദിവസവും ജീവിക്കാൻ. ചിലർ പറയും മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത്, മരണത്തെക്കുറിച്ച് പറയരുത് എന്നൊക്കെ പറയും. നമ്മുടെ മരണത്തെക്കുറിച്ച് ഓരോ നിമിഷവും നമ്മൾ ചിന്തയുള്ളവരാണെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ സമയം വെറുതെ കളയത്തില്ല കേട്ടോ, വെറുതെ കളയത്തില്ല. ടി വിയുടെ മുമ്പിൽ ഇരുന്ന് ഇതുപോലെ സീരിയൽ കാണത്തില്ല, സിനിമ കാണത്തില്ല. നമ്മൾ ആ സമയം ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ സമ്പന്നത എന്താണെന്ന് ഈ ലോകത്തിൽ ആർക്കും കാണാൻ കഴിയത്തില്ലെങ്കിലും കർത്താവിന്റെ നിത്യരാജ്യത്തിൽ നിന്റെ സമ്പന്നത എന്താണെന്ന് അനേകരുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് നമുക്ക് അച്ചാരം തന്നിട്ടുണ്ട്. ആ അച്ചാരം അത് നമ്മുടെ ഹൃദയത്തിൽ എന്തിനാണ് മുദ്രയിട്ടിരിക്കുന്നത്? നമ്മൾ ഈ ലോറിയിൽ തടിയൊക്കെ കൊണ്ടുപോകുമ്പം, അല്ലെങ്കിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ഈ കാളകളെയൊക്കെ അടിച്ച് റോഡെ നടത്തിക്കൊണ്ടു. ഇപ്പം അങ്ങനെ നടത്താൻ പാടില്ലെന്നാ. അപ്പം നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ അവരുടെ ഈ കാളയുടെ സൈഡിൽ ഇങ്ങനെ നമ്പർ കാണും. നമ്പർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങളുടെ വീട് റോഡ് സൈഡിലായിരുന്നു. കാളയൊക്കെ വന്ന് വീട്ടിൽ വന്ന് കയറുമായിരുന്നു. അതുപോലെ റോഡ് സൈഡിലായിരുന്നു എൻ്റെ വീട്. അപ്പോൾ ഈ നമ്പരെല്ലാം ഞങ്ങൾക്ക് കാണാപ്പാടോ, ഞങ്ങൾക്കറിയാം. ഈ കാളയെ അറിയുന്നില്ല. അത് ഈ വഴി കാണുന്ന പുല്ലും കടിച്ച് കാണുന്ന വെള്ളവും കുടിച്ച് പോകുമ്പോൾ നാളെ ഇത് അറവുശാലയിലേക്കാണ് പോകുന്നതെന്ന് കാളയെ അറിയുന്നില്ല. ഹല്ലേലൂയ. ഇതുപോലെ സ്തോത്രം. അങ്ങനെ ഈ ഭൗതികമായ ലോകത്തിൽ നമ്പരിട്ടതിനെ പിശാച് കൊണ്ടുപോകുമ്പോൾ കർത്താവ് ഓരോ ദൈവവൈതലിലും പരിശുദ്ധാത്മാവെന്ന ആചാരം മുദ്രയിട്ടിരിക്കുക. ഹല്ലേലൂയ. നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നേ. ഹല്ലേലൂയ. നിന്റെ പ്രസ്ഥാനത്തെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ തലമുറയെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോ, നിന്റെ തലമുറയെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാക്. നിന്റെ തലമുറയെ ഹല്ലേലൂയ തകർത്ത് കളയുവാൻ പിശാച് നോക്കുമ്പോൾ കർത്താവ് പറയുന്നു ഞാൻ അവരിൽ പരിശുദ്ധാത്മാവിന്റെ അച്ചാരം മുദ്രയിട്ടിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ അച്ചാരം മുദ്രയിട്ട നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. 2024 അത് തീരാൻ പോകുകയാണ്. ചില മാസങ്ങൾ കൂടെയുള്ളൂ. നീ 2024 കർത്താവിന് വേണ്ടി എന്തു ചെയ്തു? കർത്താവ് ചോദിക്കും എന്തു ചെയ്തു? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മോളോട് പറയും, മോളെ ഡിവോഴ്സിനൊക്കെ ആൾക്കാർ വരുമ്പം നീ ഒരു കാര്യം ചെയ്യണം. ആദ്യം നീ കേസൊന്നും ഏറ്റെടുക്കാതെ ആദ്യം നീ അവരെ ഉപദേശിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു. അവരെ വചനം വെച്ച് ഉപദേശിച്ചിട്ട് പിന്നീട് മാത്രമേ ഈ കേസ് കൈകാര്യം ചെയ്യാവുള്ളൂ എന്ന് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു കൊടുക്കാനിടയായി. നമ്മുടെ കുഞ്ഞുങ്ങളോടും കർത്താവിൻ്റെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവം കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവഹിതമായാൽ ഡിസംബർ 12-ാം തീയതി എൻ്റെ പെൺകുഞ്ഞിൻ്റെ വിവാഹമാണ്. ഹല്ലേലൂയ. ആ വിഷയത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് തലമുറയ്ക്ക് വേണ്ടി കരുതും. ഒരു സിവിൽ എഞ്ചിനീയറായ പയ്യനാണെങ്കിൽ കൂടിയും അവൻ സുവിശേഷ വേലക്കാരനാണ്. ആഴ്ചയിൽ 4 ദിവസം സ്വന്തം അധ്വാന പൈസ കൊണ്ട് മറ്റുള്ള സഹോദരന്മാരെയും കൂട്ടി കവലകൾ തോറും പ്രസംഗിച്ച് നടക്കുന്ന ഒരു പയ്യനാണ് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അതോർത്ത് മാത്രമാണ് ഞങ്ങൾ ആ വിവാഹത്തിന് സമ്മതിച്ചത്.
പഠിച്ചത്. അതുപോലെ അവളും ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും കർത്താവിൻ്റെ വേലയിൽ സജീവമായി മുന്നേറുന്ന ഒരു ദൈവ പൈതലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, അവരുടെ കുടുംബജീവിതം ഭദ്രകരമായി തീരുവാനായിട്ട്. ഹല്ലേലൂയ. പല കുടുംബങ്ങളും തകർക്കപ്പെടുക. ഏദൻ തോട്ടത്തിൽ വെച്ച് മുതൽ തുടങ്ങിയതാ കുടുംബജീവിതത്തെ തകർത്ത് കളയുവാൻ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എത്ര കുടുംബങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ പറയണം, എൻ്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ, എൻ്റെ കുടുംബജീവിതത്തിലെ സന്തോഷത്തെ തകർത്ത് കളയുവാൻ പിശാചിനെ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഞാൻ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. പറഞ്ഞേ. ആരും മുഴുവൻ പറഞ്ഞില്ല, ഇങ്ങനെ മാത്രമേ വെച്ചുള്ളൂ. പറഞ്ഞോ? ഞാൻ കണ്ടില്ല. മോൻ പറഞ്ഞു. അപ്പം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്നു. ഇന്ന് ഞാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, എൻ്റെ വാക്ക് കാരണം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി എന്തെങ്കിലും പറയാൻ വന്നാൽ ഉടനെ നിങ്ങൾ വിചാരിച്ചോണം, അയ്യോ എനിക്കത് പറയാവോ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുക. എന്നിലിരിക്കുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിനെ അതും ഇതും പറയാൻ ഒക്കുവോ? എൻ്റെ കുഞ്ഞുങ്ങളെ പറയാൻ ഒക്കുവോ? ഭർത്താവ് ചിന്തിച്ചോണം, എൻ്റെ ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞേ. കല്യാണം കഴിക്കുമ്പോഴേ ഈ ദൈവദാസന്മാർ പറയും, ഭാര്യയോട് പറയും, ഇത് ചൊല്ലിക്കൊടുക്കുമ്പം ഈ ഉഭയസമ്മതം ചൊല്ലിക്കൊടുക്കുമല്ലോ, അപ്പോൾ ചൊല്ലിക്കൊടുക്കും പറയുന്നതിന് ഭാര്യയോട് പറയും, നീ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താവിനോട് പറയും, നീ ഭാര്യയെ സ്നേഹിക്കണം. പക്ഷേ ഇവിടെ ഇപ്പം സ്നേഹവുമില്ല, കീഴ്പ്പാടുമില്ല, കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ അച്ചായന്മാരോട് പറയും, നമ്മൾ ഭാര്യമാരെ സ്നേഹിച്ചാണല്ലോ അവർ നമ്മുടെ കാൽ കീഴെ കിടക്കും, ഒന്നും പറയത്തില്ല. സ്നേഹിച്ച് നോക്കിക്കൊന്ന്, സ്നേഹിച്ച് നോക്കിയാണ്ടല്ലോ ഭാര്യ ഒന്നും പോകത്തില്ലെന്നേ. അവർ നിങ്ങളൊന്നും പറയത്തില്ല. അവർക്ക് വലിയ ഒത്തിരി ഒന്നും മേടിച്ചൊന്നും കൊടുക്കണ്ട, അവരെ സ്നേഹിച്ചാൽ മാത്രം മതി. നീ ഒന്ന് ചേർത്ത് പിടിച്ചേ. നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? നിൻ്റെ മുഖം കണ്ടിട്ട് എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ടല്ലോ, നിനക്കെന്താ ശാരീരികമായി സുഖമില്ലേ എന്ന് ഭർത്താവിനോട് തിരിച്ചൊന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. ആ കുടുംബത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകുവാനിടയിൽ ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു തരത്തിലും ഹല്ലേലൂയ നമ്മളെ വിട്ടു പോകുവാനായിട്ട് ഇടയായി തീരത്തില്ല. ഈ ദിവസങ്ങളിൽ ഒരു കാര്യം മാത്രം ഞാനിവിടെ പറയട്ടെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിലിരുന്നാൽ നിനക്കൊന്നും ചെയ്യാൻ ഹല്ലേലൂയ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന എന്താണ്? സ്തോത്രം. അസ്ഥി കൂമ്പാരങ്ങളോട് പ്രവചിക്കാനായിട്ട് പ്രവാചകൻ പറയുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? അവസാനം അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? നീ നിന്റെ ശവക്കുഴി തുറന്ന് ഹല്ലേലൂയ നീ പുറത്തു വരും. കഴിഞ്ഞ നാളുകളിൽ നിന്നെ കുഴിക്കകത്തിട്ട് ശവമാക്കി കളയുവാൻ, നിർജീവമായ അവസ്ഥയിലാക്കി കളയുവാൻ, നിന്റെ സമ്പത്തിനെ നശിപ്പിക്കുവാൻ, നിന്നെ ഒന്നുമില്ലായ്മയിൽ കൂടി നടത്തുവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ അനാഥമാക്കുവാൻ, നിന്റെ ജീവനെ തന്നെ എടുക്കുവാൻ, ശവക്കുഴി കുത്തി നിന്നെ അതിനകത്തിറക്കുവാൻ പിശാച് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ശവക്കുഴിയെ ഈ 2024 തുറക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോട്ടെ. ഹല്ലേലൂയ. ഏറ്റെടുത്ത 2024 നിന്റെ ചില വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരാൻ പോകുകയാ. ഹല്ലേലൂയ. സ്തോത്രം. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നു. ഹല്ലേലൂയ. അഭിഷേകം. അന്യഭാഷ ആരാധിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? അന്യഭാഷ കിട്ടാത്തവർക്ക് എല്ലാവർക്കും അന്യഭാഷ കിട്ടിയതാണോ? ആണോ? കിട്ടിയിട്ടില്ല. കിട്ടിയിട്ട് ധൈര്യത്തോടെ പറയാം. നിങ്ങൾ കള്ളൊന്നും പറയണ്ട. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവിൻ്റെ ദാസനെ നമുക്ക് ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടേ ഈ സഹോദരിമാരെല്ലാം ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ കർത്താവിൻ്റെ ദാസനൊരു ഇല്ലായിരുന്നു. എൻ്റെ മോൻ ഭയങ്കര ക്രിക്കറ്റ് പ്രാന്തൻ എന്ന് പറഞ്ഞാൽ മതി. ക്രിക്കറ്റ് പ്രാന്തൻ, ഒറ്റയ്ക്ക് നിന്ന് ക്രിക്കറ്റ് കളിക്കും. അതുപോലെ ക്രിക്കറ്റ് പ്രാന്തനാണ്. അത് ഞാൻ ഇല്ലായിരുന്നപ്പോൾ ഞാനൊരു ദിവസം പിള്ളേരോട് പറഞ്ഞു, മക്കളെ നമുക്ക് 7 ദിവസം ഉപവസിച്ചാലോ, നിങ്ങൾക്ക് മമ്മി ഒരു നേരം കഞ്ഞി വെച്ച് തരാം, ബാക്കി പകലൊക്കെ നിങ്ങൾ പട്ടിണി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിള്ളേർ സമ്മതിച്ചോ, മമ്മി ഞങ്ങൾ ഇരിക്കാം, നമുക്കിരിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ, എൻ്റെ 2 മക്കൾ, എൻ്റെ ആങ്ങളയുടെ ഒരു മോള്, ആങ്ങള വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഭാര്യ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ആ മോളെ ഞാനാണ് വളർത്തിയത്.
14 വർഷം ഞാൻ അവളെ വളർത്തി. ഹല്ലേലൂയ. അവളും എല്ലാവരും ഇരിക്കുക. അന്യഭാഷയോടെ പ്രാർത്ഥിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഇത്രയും പേരുടെ നടുക്കിരുന്ന് ഒറ്റയ്ക്കിരുന്ന ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്താ ചെയ്യുന്നത്? ഈ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം, അഭിഷേകം പ്രാപിച്ചാലേ നിലനിൽപ്പില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, നീ അവരുടെ മേൽ കൈവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ പുരുഷൻ്റെ മേൽ കൈവയ്ക്കാൻ സ്ത്രീക്ക് അവകാശമില്ല കേട്ടോ. പുരുഷൻ്റെ മേലൊന്നും ചാടിക്കയറി കൈവച്ചേക്കരുത്. ഹല്ലേലൂയ. പുരുഷൻ്റെ മേൽ കൈവയ്ക്കരുത്. എൻ്റെ ആങ്ങളെയാണെങ്കിൽ 55 കിലോ ഉള്ള ഒരു വലിയൊരു മനുഷ്യനാണ്. മേൽ കൈവെക്കാൻ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവൻ്റെ തലേ കൈവച്ചില്ല, പക്ഷെ അവൻ്റെ പുറത്തിങ്ങനെ ചെന്ന് തൊട്ടു. ഞാൻ പുറത്തിങ്ങോട്ട് തൊടുകയല്ല, ബോൾ തെറിക്കുന്ന പോലെ 85 കിലോക്കാരൻ തെറിച്ചു പോന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മേൽ വന്നു. ഇത് കണ്ടുകൊണ്ട് പാസ്റ്ററുടെ മോനായ എൻ്റെ മോന് ഭയങ്കര ലജ്ജ. ഇന്നലെ വന്ന അങ്കിള് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദേ തെറിച്ചു പോന്നു. എനിക്ക് മാത്രം കിട്ടിയില്ല. വാറ്റും ബോളും കയ്യിലിരിക്കുക. ഞാനിവനോട് പറഞ്ഞു, മോനെ നിനക്ക് ബാറ്റ് വേണോ ബോൾ വേണോ അതോ നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണോ? അവൻ പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവിനെയും വേണം ബാറ്റും ബോളും വേണമെന്ന് പറഞ്ഞു. എന്നാൽ നീ അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. ഉടനെ അവനങ്ങോട്ട് മാറിയിരുന്നു. മാറിയത് ഇടിച്ചു കഴിഞ്ഞപ്പം ഇവരെല്ലാം കൂടെ ആരാധിക്കുന്ന കണ്ടപ്പോഴത്തേനും ചെറുക്കനങ്ങ് ഭയങ്കര ദണ്ണമായിപ്പോയി. അവർ എനിക്ക് ബോളും വേണ്ട ബാറ്റും വേണ്ട, അടുപ്പിക്കൊണ്ടിടറാന്ന് പറഞ്ഞു. ഉടനെ ഇവനും കൊണ്ടിട്ടിട്ട് വന്നിരുന്നു. ഇനി നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണോ? നിൻ്റെ ഹൃദയത്തിൽ ബാറ്റും ബോളുമാണോ പരിശുദ്ധാത്മാവിനെ വേണമെന്നുള്ള ആഗ്രഹമാണോ? ഞാൻ അവനോട് ചോദിച്ചത്. അപ്പോൾ അവനെന്നോട് പറഞ്ഞു, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് പരിശുദ്ധാത്മാവിനെ മതി എന്ന് പറഞ്ഞു. കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു, അവൻ്റെ മേൽ കൈവച്ചു. അന്ന് അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ. ആരും വേണ്ടെന്നേ, കർത്താവ് നിന്റെ കൂടെയുണ്ട്, കർത്താവ് നിന്റെ ഉള്ളിലുണ്ട്. മറ്റാരുമില്ലെങ്കിലും നിന്നെ അറിയുന്ന ദൈവം നിന്റെ മുറിക്കകത്തുണ്ട്. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചേ. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് പോകാത്ത സ്ഥലങ്ങളിൽ ദൈവം അവനെ അയച്ച് ശുശ്രൂഷ ചെയ്യിച്ചു. അനേക ഇടങ്ങളിൽ എൻ്റെ മോള് പ്രവചിക്കാനായി കടന്നുപോയി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിത് അഹങ്കാരത്തോടെ പറയുമല്ല, ജീവിതത്തിൻ്റെ അനുഭവം പറയുകയാണ്. അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാക്കൾ എന്നെ വിളിക്കാറുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ അവരോടെല്ലാം പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കും. നീ ചെയ്യാത്തത് കൊണ്ടാണ് കർത്താവ് ചെയ്യിക്കാത്തത്. ഹല്ലേലൂയ. നീ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നിന്നെ കൊണ്ട് ചിലതെല്ലാം ചെയ്യിച്ചെടുക്കുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം, ഈ സന്ധ്യാസമയം എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ തലവണക്കി പറഞ്ഞേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ മേലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവിന്റെ മേലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും, ആ തറുതല പറയുന്ന സ്വഭാവങ്ങൾ, വാഗ്വാദം പറയുന്ന സ്വഭാവങ്ങൾ, പിണക്കമുണ്ടാക്കുന്ന സ്വഭാവം, അതുപോലെ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്ന സ്വഭാവം, ഇതെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ട് ഈ യേശു പറയുന്നത് അനുസരിച്ച് കർത്താവിന് വേണ്ടി ക്ഷമയോടെ സഹിഷ്ണുതയോടെ ഹല്ലേലൂയ മുന്നേറുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം നീ രഹസ്യമായി പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് പകൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അടിയൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇവിടെയുള്ള ഈ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനും കൂട്ടുപ്രവർത്തകരും ചേർന്ന ഈ മിഷന്റെ പ്രവർത്തനം ഇത്രയും മനോഹരമായ രീതിയിൽ വളരെ ത്യാഗം ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് അവർ ഈ മിഷന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരിക്കണം. അവരുടെ ഉള്ളിൽ ഹല്ലേലൂയ പ്രത്യാശയായിരിക്കുന്ന കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുമറകണം. ഈ മിഷന്റെ വളരെ വിശാലമാക്കി ചെയ്തെടുക്കുമറകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കൂട്ടുപ്രവർത്തകരെ എല്ലാം അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം ഈ കുടുംബ സംഗമത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരുടെ കുടുംബങ്ങളിൽ അവർ ഇവിടുന്ന് കുടുംബങ്ങളിൽ കടന്നു ചെല്ലുന്നതിന് മുൻപായിട്ട് ദൈവത്തിന്റെ ദൂതനെ അവിടെ അയക്കണമേ. വേണ്ടാത്തതിനെ മാറ്റിക്കളയട്ടെ. ഹല്ലേലൂയ. അരുതാത്തതിനെ വേണ്ടാത്തതിനെ മാറ്റിക്കളഞ്ഞ അവിടെ ഒരു ശുദ്ധീകരണത്തിലേക്ക്, ആ കുടുംബം ഒരു ശുദ്ധീകരണത്തിലേക്ക് നടത്തപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഇടയാക്കുമറങ്ങണമേ. ഓരോരുത്തരുടെ ഹൃദയത്തിലും ശുദ്ധീകരണം നടക്കട്ടെ. കർത്താവേ, ഹല്ലേലൂയ. അവിടുന്ന് തന്നെ അവർക്ക് ആലോചനക്കാരനായി, അവിടുന്ന് തന്നെ കർത്താവേ, ഹല്ലേലൂയ, ഓ സ്തോത്രം, മറുപടിയായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമറങ്ങണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുത കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മോൾ ടീച്ചർ കൈ കൊടുത്തിക്കേ,
മോളി ടീച്ചർ കൈ ഉയർത്ത്. മോളി ടീച്ചറാണോ? ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്നില്ല. മോളി ടീച്ചർ തൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞാൻ സത്യത്തിൽ ഓർത്തു കേട്ടോ, ആ ജസ്നയുടെ മമ്മിയായിരിക്കും ഞാൻ വിചാരിച്ചേ. ഒരിക്കലും ഞാൻ അമ്മായിയമ്മയെന്ന് വിചാരിച്ചില്ല. മാത്രം ഞങ്ങളത് വീട്ടിൽ പോയി വണ്ടിയിൽ നിന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു, എത്ര ഒരു മോളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ വരുമ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നത് നമുക്ക് കാണാവുന്ന. ഹല്ലേലൂയ. ആ പൈതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഊനമില്ലാത്തൊരു പൈതലിനെ കർത്താവ് കൊടുത്ത് അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹമാക്കട്ടെ. സ്തോത്രം. ഇതുപോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വരാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് വചനത്തിന് വിരമിക്കുന്ന ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.